ഹലോ നമസ്കാരം. സ്റ്റോറി മീഡിയയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളുടെ പത്രമാറ്റിൻ്റെ കഥയാണെന്ന് പറയുന്നത് കേട്ടോ. അങ്ങനെ നന്ദു കൊടുക്കുന്ന പാർട്ടിയും കഴിച്ച് നമ്മളുടെ അവിടെ ഭയങ്കര കച്ചറ മിച്ചറൊക്കെ വെച്ച് മറ്റേ നമ്മുടെ ആദർശിനെ അധിക്ഷേപിച്ചിട്ട് അബിയും നവിയും കൂടെ പോവുകയാണ്. അങ്ങനെ പിന്നെയും ഇവരുടെ ഗോവിന്ദനും കനകയും കൂടെ പറയുകയാണ്, ഞങ്ങൾ ഇവിടുന്ന് പോവുകയാണ്, മോൻ വാങ്ങിച്ചത് ഈ വീട്ടിൽ ഞങ്ങൾ നിൽക്കുന്നില്ല, ഞങ്ങൾ പോവുകയാണെന്നൊക്കെ പറയും. അപ്പോൾ അത് കേൾക്കുമ്പോഴാണ് നമ്മളുടെ നയനയ്ക്ക് ഭയങ്കരമായിട്ട് സങ്കടം തോന്നുക. അപ്പോൾ പറയും, നിങ്ങളിങ്ങനെ ആദർശേട്ടനെ കുറ്റം പറയരുത് അച്ഛാ, കാരണം ആദർശേട്ടൻ ഒരു തെറ്റും ചെയ്തിട്ടില്ലെന്ന് ഞാൻ പറഞ്ഞില്ലേ. അത്രയും ഒരു ഭാര്യയ്ക്കും സഹിക്കില്ല, ഭർത്താവിനെ സ്വന്തം വീട്ടുകാർ അധിക്ഷേപിക്കുമ്പോൾ ഒരു ഭാര്യയ്ക്കും സഹിക്കില്ല. അതുപോലെ എന്നെ ആരെങ്കിലും അധിക്ഷേപിച്ച് പറഞ്ഞാൽ എനിക്കും അത് സഹിക്കില്ല എന്നൊക്കെ അങ്ങനെ പറയുകയാണ് നയന. അപ്പോൾ പറയും, നിങ്ങൾക്കിടെ മനസ്സിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അതുകൊണ്ട് തുറന്ന് പറഞ്ഞൂടെ എന്നൊക്കെ ചോദിക്കുകയാണ് ഗോവിന്ദൻ. അപ്പോൾ പറയും, ഒന്ന് ആലോചിച്ച് നോക്കൂ അച്ഛാ, ആദർശേട്ടൻ ഇങ്ങനെ ഒരു തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരിക്കലും മൂർത്തി മുത്തശ്ശൻ എന്ന് പറഞ്ഞാൽ ഈ നാട് മുഴുവൻ അറിയുന്ന ആളാണ്. മൂർത്തി മുത്തശ്ശൻ ആദർശേട്ടനെ ഒരിക്കലും MD ആക്കുമോ? MD സ്ഥാനത്ത് നിന്ന് ഒഴിവാക്കില്ലേ? അതുമാത്രമല്ല, ഇപ്പോൾ മൂർത്തി മുത്തശ്ശനും മുത്തശ്ശി അമ്മയുടെ ആദർശേട്ടൻ്റെ കൂടെ തന്നെ കട്ടയ്ക്ക് നിൽക്കുകയാണ്. അതും കൊണ്ടൊക്കെ ഒന്ന് ആലോചിച്ചൂടെ? ഇത്രയും ആദർശധീരനായ ഒരാൾ ഒരിക്കലും ആദർശേട്ടനെ കുറ്റം പറഞ്ഞിട്ടില്ല. മൂർത്തി മുത്തശ്ശനെ ഉദ്ദേശിച്ചാൽ പറഞ്ഞിട്ടില്ല. അതൊക്കെ ഒന്ന് ആലോചിച്ചൂടെ എന്നൊക്കെ അങ്ങനെ പറയണം. അപ്പോൾ പിന്നെ ഇവർ അത് ഞാനും ആലോചിക്കാതിരുന്നില്ല എന്നൊക്കെ അങ്ങനെ പറയാം. പക്ഷേ ഒരു സത്യം അമ്മ മനസ്സിലാക്കണം, അച്ഛനും അമ്മയും മനസ്സിലാക്കണം. നിങ്ങൾ ആദർശേട്ടൻ്റെ അമ്മ വന്നപ്പോഴും കുറേ ഇതാക്കി പറഞ്ഞു, അവർക്കത് നന്നായിട്ട് വിഷമമായിട്ടുണ്ട്. പക്ഷേ ഇത് ഞാൻ നവ്യ ചേച്ചീനെ രക്ഷിക്കാൻ വേണ്ടി ചെയ്തതാണ് എന്നൊക്കെ പറയുകയാണ്. അപ്പോൾ പറയും, അപ്പോൾ എന്താ സംഭവം എന്ന് ചോദിക്കുമ്പോൾ അങ്ങനെ കഥ പറയണം അവൾ. കഥ മീൻസ് ഇതന്നെ അബിയാണ് ഈ കുഞ്ഞിൻ്റെ അച്ഛൻ. അത് എനിക്ക് ആദ്യം വിശ്വാസമായിരുന്നില്ല. പിന്നെ കിരണിൻ്റെ ഒരു ഫ്രണ്ട് ഫോറൻസിക്കിലുണ്ട്, അങ്ങടെ മുടിനാരിഴ കൊടുത്ത് അതെന്നാണ് സത്യം മനസ്സിലാക്കിയത്. അബിയാണ് ഈ കുഞ്ഞിൻ്റെ അച്ഛൻ എന്നുള്ളത് അപ്പോഴാണ് മനസ്സിലായതെന്നൊക്കെ പറയുകയാണ് കേട്ടോ. അപ്പോൾ പക്ഷേ ആദർശേട്ടനൊരു കാര്യം സംഭവിച്ചു. ഇങ്ങനെ ഇത് അറിഞ്ഞപ്പോൾ മിണ്ടാതിരുന്നു എന്നോട്. അത് മാത്രമേ ഉള്ളൂ ആദർശേട്ടൻ്റെ അടുത്ത് വന്നൊരു പിഴവ്. പിന്നെ സത്യാവസ്ഥ ഞാൻ അറിയായിരുന്നു, ഞാൻ ഇതിനെന്താണ് സത്യം എന്ന് ഞാൻ അന്വേഷിച്ചു എന്ന് പറയും. അപ്പോൾ ഗോവിന്ദൻ പറയും, പക്ഷേ അവിടെ ആ കുട്ടിയുടെ വീട്ടിൽ ആദർശിൻ്റെ ഫോട്ടോ ചുമരിൻ്റെ മുകളിലുണ്ടെന്നല്ലേ പറഞ്ഞത് എന്ന് പറയും. അപ്പോൾ അതൊക്കെ അബിയുടെ കളിയാണ്. എനിക്കൊരു സംശയം, ഇപ്പോൾ അബി ആണോ ആ കുട്ടീനെ അങ്ങനെ അവളെ അനഘേനെ അങ്ങനെ ആക്കിയത് എന്നുള്ളത് എനിക്ക് ഒരു സംശയം ഉണ്ടെന്ന് പറയും. പിന്നെ അതുപോലെ അനഘ അങ്ങനെ ഒരു ആരോഗ്യത്തോടെ ഇരിക്കുന്ന ഒരു പെൺകുട്ടിയാണ്. അവളാണ് വന്ന് ആദർശേട്ടനാണ് ചന്ദമോളുടെ അച്ഛൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാലും എനിക്കത് ഞാൻ അത് ഉൾക്കൊള്ളും. കാരണം അപ്പോഴും ഞാൻ അന്വേഷിക്കും എന്താണ് സംഭവിക്കുന്നത് എന്നുള്ളത്, എന്താണ് ഇതിലെ സത്യാവസ്ഥ എന്ന് ഞാൻ അന്വേഷിക്കുക. എന്നിട്ട് ഞാൻ എൻ്റെ ആദർശേട്ടനെ സംശയിക്കുള്ളൂ എന്നൊക്കെ ഇങ്ങനെ പറയും കേട്ടോ. അപ്പോൾ സത്യാവസ്ഥ മുഴുവൻ പറയണം. അപ്പോൾ അബി അപ്പോൾ ഇങ്ങനെ കനക കരയാണ്. അപ്പോൾ കനക പറയും, അബി അങ്ങനെ ചെയ്യും എന്നുള്ളത് ഞങ്ങൾക്ക് അതിലൊരു ഞെട്ടലൊന്നുമില്ല. കാരണം അബി അത് ചെയ്യും, അബിയുടെ സ്വഭാവം അതാണെന്ന് ഞങ്ങൾക്ക് നന്നായിട്ട് അറിയാം. കാരണം അവനിപ്പോൾ നവ്യ മാത്രമല്ലല്ലോ പെണ്ണായിട്ട്, ഒരുപാട് പെണ്ണുങ്ങളായിട്ട് അവന് ബന്ധമുള്ളതല്ലേ. അപ്പോൾ അവനങ്ങനെ ചെയ്യണോണ്ട് ഒരു അത്ഭുതമില്ല. പക്ഷേ ആദർശിൻ്റെ മോനെക്കുറിച്ച് ഇങ്ങനെ കേട്ടപ്പോൾ ഞങ്ങൾക്കത് സഹിക്കാൻ പറ്റാണ്ടായതാണെന്നൊക്കെ പറയും. അപ്പോഴേക്കും ഗോവിന്ദന് ഭയങ്കര സങ്കടം തോന്നും. അപ്പോൾ ഗോവിന്ദൻ ഇങ്ങനെ കൈകൂപ്പി നിന്നിട്ട് പറയണം, മോനെ ക്ഷമിക്കും മോനെ, ഞാനത് ആലോചിച്ചില്ല മോനെ എന്നൊക്കെ ഇങ്ങനെ പറയണം. അപ്പോൾ പറയാം, എനിക്കറിയാം അച്ഛന് വിഷമിക്കൊന്നും വേണ്ട, എനിക്കതിൽ സങ്കടമൊന്നുമില്ല. അപ്പോൾ അവരുടെ ജീവിതം നശിച്ചു പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ രണ്ടുപേരും കൂടെ തീരുമാനിച്ചതാണ് എന്നൊക്കെ പറയാണ്. അപ്പോൾ പറയും, ഇതിപ്പോൾ സത്യാവസ്ഥയൊക്കെ എല്ലാവർക്കും അറിയാം, അബിയുടെ അമ്മയ്ക്ക് അറിയിക്കുമ്പോൾ അബിയുടെ അമ്മയ്ക്ക് അറിയില്ല എന്ന് പറയും. ബാക്കി എല്ലാവർക്കൊക്കെ അറിയാം. ആദർശേട്ടനല്ല മോളുടെ അച്ഛൻ എന്നുള്ള ചന്തുമോളുടെ അച്ഛൻ എല്ലാവർക്കും അറിയാം. നവ്യയ്ക്കും ജലജയ്ക്കും മറ്റേ ജാനകിക്കും അനാമികയ്ക്കും എന്നൊക്കെയാണ് അറിയാതെ, ബാക്കിയുള്ളവർക്കൊക്കെ അറിയാം എന്ന് പറയണം കേട്ടോ. അപ്പോൾ പറയും, ഇനി എന്തായാലും പക്ഷേ ഇതിന് അവനോട് പറയേണ്ടി അറിയുമ്പോൾ വേണ്ട, അത് ആ കുട്ടി ഇപ്പോൾ പാതി ജീവൻ പോയിട്ടാണ് കിടക്കുന്നത്, അതിന് ചിലപ്പോൾ അവൻ എന്തെങ്കിലും ചെയ്യും, അത്രയും ദുഷ്ടനാണ് അവൻ. മാത്രമല്ല ചന്തുമോളെ അവൻ എന്തെങ്കിലും ചെയ്യും എന്നൊക്കെ ഇങ്ങനെ പറയാണ്.
അപ്പോൾ പറയും മോനെ ക്ഷമിക്കും മോനെ, ഇതൊന്നും ഞാൻ അറിഞ്ഞില്ലല്ലോ, എങ്ങനെ ഞങ്ങൾ മാപ്പ് പറയുക എന്നൊക്കെ ചോദിക്കുക. പറയാം അതൊന്നും കുഴപ്പമില്ല അച്ഛാ, എനിക്ക് മനസ്സിലാവും ഇപ്പോൾ അതെന്താ ആർക്കായാലും വിഷമം ഉണ്ടാവില്ലേ. പിന്നെ അതല്ലേ അമ്മ ഭക്ഷണം ഉണ്ടാക്കിയത്, അത് ഞാൻ സന്തോഷമായിട്ട് ഞങ്ങൾ ഇരുന്ന് കഴിച്ചത്. കാരണം എൻ്റെ മനസ്സിലൊരു ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല എന്നുള്ള കാര്യം എനിക്ക് നന്നായിട്ട് അറിയാം. അതുകൊണ്ടല്ലേ ഞാൻ ആ ഭക്ഷണം കഴിച്ചത് എന്നൊക്കെ ഇങ്ങനെ പറയണം. അപ്പോൾ പറയും മോനെ ക്ഷമിക്കും മോനെ എന്നൊക്കെ പറയുകയാണ് കനകി. രണ്ടാളും ഭയങ്കര ക്ഷമാപണം നടത്താം. അപ്പോഴേക്കും നമ്മൾ ചന്തൂരും അല്ല നന്ദൂനും ഇങ്ങോട്ട് കയറി വരും. നന്ദു പറയും അബിയിട്ടില്ല അവനെ എൻ്റെ കയ്യിൽ എന്തെങ്കിലും കേസിൽ പെട്ടിട്ട് എൻ്റെ കയ്യിൽ ഇങ്ങോട്ട് കിട്ടണം, അവന് ഞാൻ ചോര തുപ്പിയിട്ടേ ഞാൻ അവനെ പറഞ്ഞേക്കുള്ളൂ എന്നൊക്കെ ഇങ്ങനെ പറയണം. എൻ്റെ കൈ കിട്ടി ഞാൻ അവനെ ഇടിച്ച് പപ്പടാക്കും എന്നൊക്കെ പറയും. അപ്പോൾ എന്നിട്ട് അവൾ തന്നെ പറയും എനിക്കറിയാം ആദർശേട്ടൻ ഒരിക്കലും അങ്ങനെയുള്ളൊരു തെറ്റ് ചെയ്യില്ല എന്നുള്ളത്. പിന്നെ അബിയാണ് സംശയം, പിന്നെ നമുക്ക് തെളിവുകളൊന്നും ഇല്ലല്ലോ നമ്മുടെ കയ്യിൽ. അപ്പോൾ എനിക്കെന്നാലും പക്ഷേ ആദർശേട്ടൻ ഒരിക്കലും ഒരു സംശയം ഉണ്ടായിരുന്നില്ല എന്നൊക്കെ ഇങ്ങനെ പറയും. അങ്ങനെ അവിടുന്ന് സംസാരിച്ചൊക്കെ നിന്നിട്ട് പിന്നെ ഭയങ്കര സെൻറ്റിമെൻ്റലായിട്ടുള്ള സീനുകളാണ് കേട്ടോ. എന്നാൽ ആദർശർ ഇന്ന് ഞാൻ പോട്ടെ, അവിടെ മോള് കാത്തിരിക്കുന്നുണ്ടാവുന്ന നീ വരുന്നതെന്ന് അതിനേക്കുമ്പോൾ ഇല്ലെന്ന് ഞാനില്ല ആദർശേട്ടാ, ഞാൻ നമ്മുടെ അച്ഛൻ്റെയും കൂടെ നിൽക്കുകയാണ് എന്ന് പറയും. അപ്പോൾ എന്നാൽ ശരി ഞാൻ എന്നാൽ വീട്ടിലേക്ക് പോകുകയെന്നറിയാൻ കേട്ടോ. അപ്പോൾ അപ്പോഴും നയനയും മറ്റേ ഗോവിന്ദനും കനകയും പിന്നെയും പറഞ്ഞുകൊണ്ടിരിക്കും മോനെ മാപ്പ് തരണം, ഞങ്ങൾ എന്തുമാത്രം മോനെ വിഷമിപ്പിച്ചു. കാരണം ഞങ്ങൾക്ക് അത്രയും വിശ്വാസമാണ് മോന് ഇങ്ങനെ ഒരു തെറ്റ് പറ്റി പറയുമ്പോൾ ഞങ്ങൾക്ക് അത്രയും സഹിക്കാൻ പറ്റാഞ്ഞിട്ടാണ് ഞങ്ങൾ അങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നിരുന്നത്. പക്ഷേ അവന് ഇങ്ങനെ ഒരു ഇത്തരക്കാരൻ ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു. അവൻ തെറ്റ് ചെയ്യും എന്നുള്ളത് ഞങ്ങൾക്ക് അറിയായിരുന്നു, പക്ഷേ ഇങ്ങനൊരു ഇത് ചെയ്യുമെന്ന് വിചാരിച്ചില്ല എന്നൊക്കെ പറയും. അതും സാരല്ല അമ്മ പോട്ടെ, അമ്മയച്ഛനും വിഷമിക്കാതിരുന്നാൽ മതി എന്നൊക്കെ പറഞ്ഞ് അവരെ ആശ്വസിപ്പിച്ചിട്ട് ആദർശ് വീട്ടിലേക്ക് വരികയാണ്. അവിടെ നമ്മുടെ ദേവയാനി സിറ്റ് ഔട്ടിൽ ഇരിക്കുന്നുണ്ട്. അപ്പോൾ കുഞ്ഞുവാവ വന്നിട്ട് നന്ദു അല്ലേ ചന്തു തന്നെയല്ലേ വന്നിട്ട് ഇങ്ങനെ സങ്കടം പറയുന്നുണ്ട്. പിന്നെ അവിടെ അമ്മ വന്നില്ലല്ലോ എന്ന് പറയുമ്പോഴേക്കാണ് ആദർശ് കാറും കൊണ്ട് വരിക. അപ്പോൾ ഇതാ വന്നല്ലോ മോളുടെ അമ്മയും അച്ഛനും വന്നല്ലോ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ എടുത്ത് കൊഞ്ചിക്കുമ്പോൾ ആദർശ് മാത്രമേ ഇറങ്ങുള്ളൂ. അപ്പോൾ പറയും എവിടെ നയന വന്നില്ലേ എന്ന് പറയും. ഇപ്പോൾ ഇല്ല എന്നറിയും. അപ്പോൾ പിന്നെ ഇനി അമ്മേ മോളെയും കൊണ്ട് അവിടെ പോവാം, ഒരു പ്രശ്നവുമില്ല അറിയാം. ഇപ്പോൾ എന്താണെന്ന് ചോദിക്കുകയാണ്. അപ്പോൾ പറയും ഞാൻ സത്യങ്ങളൊക്കെ നയന അവിടെ അച്ഛനോടും അമ്മോടും പറഞ്ഞു എന്നറിയും. അപ്പോൾ കുട്ടി ഇങ്ങനെ നോക്കും. അപ്പോൾ മോള് പോയി കളിച്ചു അച്ചപ്പം അങ്ങോട്ട് വരാറിട്ട് അതിനെ അങ്ങോട്ട് പറഞ്ഞേക്കുകയാണ്. അപ്പോൾ പറയും എന്താ മോനെ ഉണ്ടായത്, അന്ന് ഞാൻ പറഞ്ഞതാണ് മോളോട് അവിടെ പറയാന്നുള്ളത്, അപ്പോൾ പറഞ്ഞില്ല, പക്ഷേ ഇന്നിപ്പോൾ ഒക്കെ പറയേണ്ടി വന്നു അമ്മേ, ഇനി അമ്മയ്ക്ക് അവിടെ ധൈര്യമായിട്ട് മോളെയും കൊണ്ട് ചിലവർക്കെല്ലാം സത്യവും മനസ്സിലായി എന്നറിയാം. അപ്പോൾ പറഞ്ഞു. അപ്പോൾ ഇങ്ങനെ അതിനെപ്പറ്റി സംസാരിച്ചുകൊണ്ട് നിൽക്കുകയാണ്. അപ്പോൾ പറയും നമുക്കൊരു തെറ്റ് പറ്റി അമ്മേ, ശരിക്കും നമുക്ക് നന്ദൂരെ നമ്മളുടെ പിന്നെ എനിക്ക് വേണ്ടിയിട്ട് ഇങ്ങോട്ട് കൊണ്ടുവരേണ്ടതായിരുന്നു, അവിടെയാണ് നമുക്കൊരു തെറ്റ് പറ്റി. ഇന്ന് അങ്ങനെയൊക്കെ ആണെങ്കിൽ അബീനെയൊക്കെ നമുക്ക് വരച്ച വരയിൽ നിർത്തായിരുന്നു, ഇതിപ്പോൾ ഒരു നിവർത്തിയില്ലാണ്ടായി പോയില്ലേ എന്നൊക്കെ അങ്ങനെ പറയും. ഇനിയിപ്പോൾ അത് പറഞ്ഞിട്ട് കാര്യമില്ല, കാരണം മുത്തശ്ശനും മുത്തശ്ശിയൊക്കെ പറഞ്ഞതാണ് ആ കുട്ടീനെ അങ്ങോട്ട് കൊണ്ടുവരാമെന്ന്, നമ്മളത് ചിന്തിച്ചില്ല. ഇനിയിപ്പോൾ അത് പറഞ്ഞിട്ട് കാര്യമില്ല, ശരിക്കും അവളെപ്പോലെ ഒരു പെൺകുട്ടിയാണ് നമുക്കിവിടെ വേണ്ടിയിരുന്നത് എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് കേട്ടോ. അപ്പോൾ പറയാം എന്തായാലും അവർ സമാധാനമായിട്ടിരിക്കട്ടെ, അവർ വീട് വിട്ട് ഇറങ്ങാനൊക്കെ നിന്ന് അതുകൊണ്ടാണ് നയനതൊക്കെ പറഞ്ഞത് എന്നൊക്കെ പറയട്ടോ. അത് ശരി, വീട് വിട്ട് പോകാൻ നിൽക്കുമായിരുന്നു, അങ്ങനെ വാടകയ്ക്ക് ഒരു ചെറിയ വീടെടുത്ത് പോകണമെന്ന് പറഞ്ഞ് നിൽക്കുമായിരുന്നു, അങ്ങോട്ട് നയന പറഞ്ഞതാണെന്നൊക്കെ പറയും. അതൊക്കെ കേൾക്കുമ്പോൾ പിന്നെ ദേവയാനിങ്ങനെ ആകെ ഇതായിട്ട് നിൽക്കുകയാണ് കേട്ടോ. അത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്നത് എന്താണ്, നയനിയും ഒക്കെ ഇതിനെപ്പറ്റി സംസാരിച്ചുകൊണ്ട് നിൽക്കുന്നതാണ് അവിടെ. എന്താ ഈ കാര്യം തന്നെയാണ് സംസാരിക്കുന്നത്. അപ്പോൾ പറയും എന്നാലും അബിയുടെ തെറ്റ് മറയ്ക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ എന്തിനാ വെറുതെ ഇത് ഏറ്റെടുത്ത് പറയുമ്പോൾ അബിയുടെ കാര്യമല്ല ചേച്ചിയുടെ കാര്യമാണ് കഷ്ടാവുക, അപ്പോൾ എന്തിനാ അങ്ങനെ ഒരാളെ കൂടെ ജീവിക്കണം, ഇങ്ങോട്ട് കൊണ്ടുവരികയല്ലേ നല്ലതെന്ന് ചോദിക്കുകയാണ് നന്ദു. അപ്പോൾ മോളെ നമുക്കത് പറയാൻ എളുപ്പമാണ്, പക്ഷേ ഒരു കുഞ്ഞായില്ലേ എന്ന് പറയും. അപ്പോൾ അത് ഓർത്തിട്ട് തന്നെയാണ് അമ്മ ഞങ്ങളിത് സ്വയം ഏറ്റെടുത്തത്, ഞങ്ങൾക്ക് അതുകൊണ്ട് ഒരു ഇതുമില്ല, ഞങ്ങൾക്കൊരു കുഞ്ഞിനെ കിട്ടിയ അത്രയേ ഉള്ളൂ, അല്ലാണ്ട് ഞങ്ങൾക്ക് പ്രശ്നമൊന്നുമില്ല, പക്ഷേ ചേച്ചിയുടെ ഭാവി പോവില്ലോ എന്ന് പേടിച്ചിട്ടാണ്. അവനാണെങ്കിൽ വെറും അഭിനയത്തിൻ്റെ ആളാണ്, ദുഷ്ടനാണ് എന്നൊക്കെ അങ്ങനെ പറയും എല്ലാവരും കൂടി ഇരുന്ന്. അവിടെ നല്ല മഴ, അപ്പോൾ അവിടെ നിന്ന് ഇങ്ങനെ സംസാരിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ മുന്നേ എന്താണ് ഇവൻ അബി എന്നിട്ട് ആദർശിനെ എന്നിട്ട് ഇതിങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞ് പിന്നെ
ആദർശിനോട് ഇങ്ങനെ പറയാണ്, എന്താ ഏട്ടൻ മാത്രമേ ഉള്ളൂ അങ്ങോട്ട് പോകുന്നത്, ഏടത്തി വന്നില്ലേ എന്ന് ചോദിക്കും. അതെന്തിനാ നീ അറിയണമെന്ന് ചോദിക്കും ആദർശ്. അല്ല അവിടെ ഇപ്പോൾ അമ്മേനെയും അച്ഛനെയും പിന്നെ നിങ്ങളെ വെള്ള പൂശാൻ വേണ്ടിയിട്ടാവും അവരവിടെ നിർത്തിയിട്ടുണ്ടാവുക. ഇന്നലെ കണ്ടില്ലേ ഭക്ഷണം കഴിച്ചിട്ട് ഭക്ഷണത്തിന് മുന്നേ അവരെല്ലാവരും നീച്ചു പോയില്ലേ എന്നൊക്കെ പറയും. അപ്പോൾ പറയും നിങ്ങൾക്ക് എന്താണ് നിങ്ങളെ വെള്ള പൂശാൻ അവിടെ നിർത്തിയതാവും നിങ്ങളെ ഭാര്യേനെ അറിയുമ്പോൾ എനിക്കതിൻ്റെ ആവശ്യമില്ലടാന്ന് പറയും. അപ്പോൾ പറയും അവർക്കൊക്കെ നിങ്ങളുടെ മുഖത്തിട്ടൊരു അടി തരാൻ ആഗ്രഹമുണ്ട് എന്ന് പറയും. അപ്പോൾ പറയും എനിക്ക് നിൻ്റെ മുഖത്തിട്ടിട്ട് ഒരു അടി തരാനാണ് എനിക്ക് ആഗ്രഹം എന്നിങ്ങനെ പറയുമ്പോൾ പറയും. അപ്പോൾ ഈ നവ്യത് കേട്ടിട്ട് പറയും നിങ്ങളെന്തിനാണ് അബിയുടെ മുഖത്ത് തല്ലുമെന്ന് പറയുന്നത്, നിങ്ങളെന്തിനാ അങ്ങനെ പറയുന്നത്, നിങ്ങൾ അത്ര നല്ല പിള്ളയാണോ, ഇതാണെന്നൊക്കെ ചോദിച്ചാൽ ആദർശിനെ ഇങ്ങനെ പിന്നെയും ഇൻസൾട്ട് ചെയ്തുകൊണ്ടിരിക്കുക. പക്ഷേ ആദർശം ഒന്നും പറയില്ല. ആദർശ ദേഷ്യം മുഴുവൻ കടിച്ചു പിടിച്ച് ഇരിക്കുകയാണ്. അബിയാണെങ്കിൽ കിട്ടിയ ചാൻസിന് വെച്ചിട്ട് ആദർശിനെ ഇങ്ങനെ കുത്തി പറയുന്നുമുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഇന്നത്തെ പത്രമാറ്റിൻ്റെ കഥ പോകുന്നത്. ഇപ്പോൾ മിസ് ചെയ്യേണ്ടതാണ്. കുറച്ച് ഡയലോഗ്സൊന്നും മുഴുവൻ ഞാൻ പറഞ്ഞിട്ടില്ല കേട്ടോ, ജസ്റ്റ് ഇങ്ങനെ ഇതായിട്ടുള്ളൂ. അതുകൊണ്ട് മിസ് ചെയ്യേണ്ടതാണ് എല്ലാവരും. സീരിയലും കാണാൻ മറക്കരുത്. കഥ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കണൊക്കെ അമർത്തി ലൈക്കൊക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിക്കുന്നു. ഓക്കെ, താങ്ക് യു.